ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരത്തെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, ജിൻഡയെ പൊളിച്ചടിക്കുന്നൊക്കെ പല ചാനലുകളിൽ ഇട്ടെന്നും അതൊന്നും സംഭവിക്കത്തില്ല എന്ന്. വളരെ രസകരമായിട്ടാണ് ലാലേട്ടൻ ഈ പ്രൊമോയിലെ തലയാണി ടാസ്കിനെ പറ്റി തന്നെയാണ് ചോദിക്കുന്നത്. തലയാണി ടാസ്ക് മാത്രമേ ഉള്ളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രശ്നം ഉണ്ടായത്. അത് ചോദിക്കുമെന്ന് നമുക്കറിയാമായിരുന്നു. വേറെ വിഷയദാരിദ്ര്യം ഒത്തിരി ഉണ്ട്. അപ്പം ജിൻഡോയോട് ചോദിക്കുന്നുണ്ട്. ജിൻഡോയോട് പറയുന്നത് തലയാണിയൊന്നും അല്ലായിരുന്നു, ഇങ്ങനെ എടുത്ത് പൊക്കിയപ്പോഴത്തേന് ഒരു കൊച്ചു കുഞ്ഞിനെ കിടത്തിക്കഴിഞ്ഞാൽ തന്നെ അത് മറിഞ്ഞു പോകുന്ന തലയാണിയാന്ന്. അപ്പം ലാലേട്ടൻ ചിരിക്കുന്നുണ്ട്. വളരെ രസകരമായിട്ട് ജിൻഡോ അത് അവതരിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ ജിൻഡോ അതിനിടയ്ക്ക് അഭിഷേക് ആണെന്ന് തോന്നുന്നു ജിൻഡോയുടെ ടീമിൻ്റെ. അപ്പം ജിൻഡോ പറയുന്നുണ്ട് നല്ല ഇതുണ്ടായിരുന്നു, പക്ഷേ ഒരു തലയാണിയെങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു അത് തന്നെയല്ലേ മറ്റവരും പറയുന്നത് എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. രസകരമായ സംഭാഷണമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രൊമോയിലെ വളരെ രസകരമായി ജിൻഡോ ചിരിപ്പിക്കുന്നുണ്ട്. ലാലേട്ടൻ സത്യം പറഞ്ഞാൽ ലാലേട്ടന് ചിരിയടക്കാൻ വയ്യാതെ പൊട്ടിച്ചിരിക്കുന്ന ലാലേട്ടനെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ടോ ജിൻഡോ ആയിട്ട് സംസാരിക്കുമ്പോൾ ലാലേട്ടൻ ഒരു പ്രത്യേക ഇത് തന്നെയാണ്. ഒരു ജിൻഡോയോട് ചോദിക്കുന്ന ജിൻഡോയുടെ രസകരമായ സംഭാഷണങ്ങളും ലാലേട്ടൻ്റെ ചിരിയൊക്കെ എല്ലാ എപ്പിസോഡിലും നമുക്ക് രസകരമായി തോന്നാറുണ്ട്. അതും ഇന്നത്തെ എപ്പിസോഡിലും അത് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പര പറയുന്നുണ്ട് അത് ഞങ്ങൾ നല്ലോണക്കങ്ങാണ് ചെയ്തത് എന്ന് പറയുന്നു. അപ്പം ജിൻഡോ പറയുന്നുണ്ട് അത് ഒന്നുമില്ലാന്ന് ലാലേട്ടൻ, അതിനകത്ത് കുറച്ച് പഞ്ഞി ഇറങ്ങിയിട്ട് തലയാണി എന്ന് പറയാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ജിൻഡോ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ തന്നെ ഇട്ടിരുന്നു, ഇന്ന് ജിൻഡോയെ പൊളിച്ചെടുക്കാൻ വേണ്ടിയൊന്നുമില്ല. അത് രസകരമായിട്ട് ലാലേട്ടൻ അവതരിപ്പിക്കും, ജിൻഡോ അതിന് മറുപടി പറയും, അത്രയേ ഉള്ളൂ കാര്യം. അതിന് രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ജിൻഡോയെ ലാലേട്ടൻ പൊളിച്ചെടുക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോണ്ടിരുന്നത്. ഇതിനകത്ത് ഇത്രയ്ക്കത്രേ വരുത്തുള്ളൂ എന്നറിയാമായിരുന്നു. പ്രത്യേകിച്ച് ബിഗ് ബോസ് ആണ് ജിൻഡോയോടൊക്കെ പറഞ്ഞിരിക്കുന്നത് നല്ല ക്വാളിറ്റി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ജിൻഡോയ്ക്ക് അത് പറഞ്ഞിരിക്കാനുള്ള കാര്യമുള്ളൂ. അതുകൊണ്ട് ലാലേട്ടനൊന്നും പ്രത്യേകിച്ച് ചോദിക്കത്തില്ല. എനിക്ക് തോന്നുന്നു ഒത്തിരി വിഷയങ്ങളുണ്ടെങ്കിൽ ഇതൊരു വിഷയമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് എടുക്കത്തില്ലായിരുന്നു. വിഷയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് തന്നെ ഇപ്പം ചർച്ചയ്ക്ക് എടുത്തത് തന്നെ. അതൊരു രസകരമായ ലാലേട്ടനും ജിൻഡോയുമായിട്ടുള്ള രസകരമായ സംഭാഷണത്തിനും അതിന് ഇടയാക്കുന്നുണ്ട്. നമുക്കേതായാലും ഒന്ന് ഊരിച്ചിരിക്കാം, അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കാം ജിൻഡോയുടെ സംഭാഷണം കേട്ട്. ഓക്കെ, മറ്റൊരു വിഷയമായി വീണ്ടും എത്തും.